അന്നൊരു തടിച്ച മനുഷ്യനെയും ഒരു മെലിഞ്ഞ മനുഷ്യനെയും വെച്ച് ശരീരം എങ്ങനെ ഇരുന്നാലാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തി. എന്നാൽ അതിന്റെ റിസൾട്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ആദ്യം രണ്ടുപേരെയും ഒരു മുറിയിലിരുത്തി മുറിയിലെ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ വേണ്ടി 5 ഹീറ്ററുകൾ മുറിയിൽ സ്ഥാപിക്കുന്നു. അതിനുശേഷം ആർക്കാണ് ആദ്യം വിയർക്കുക എന്ന് പരിശോധിച്ചപ്പോൾ തടിച്ച മനുഷ്യനാണ് ആദ്യം വിയർക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് ചൂടിനെ ഒരു ഇൻസുലേറ്റർ പോലെ പിടിച്ചു വെച്ചതിനാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശരീരം വിയർപ്പ് പുറത്തു വിടുകയും ചെയ്യുന്നു. അതേസമയം മെലിഞ്ഞ മനുഷ്യന്റെ ശരീരത്തിലെ താപനില സ്ഥിരതയുള്ളതിനാൽ അദ്ദേഹം മത്സരത്തിൽ വിജയിക്കുകയും ചെയ്യുന്നു. അടുത്തത് കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കുന്നത് പോലെ ഇൻഡസ്ട്രിയൽ ഫാനുകൾ വെച്ചുള്ള പരീക്ഷണമായിരുന്നു. ശക്തമായ കാറ്റടിക്കുമ്പോൾ ഒരു ലൈനിന് മുകളിലൂടെ ആർക്കാണ് കൃത്യമായിട്ട് നടക്കാൻ കഴിയുക എന്ന് നോക്കിയപ്പോൾ അമിത ഭാരമുള്ള തടിച്ച വ്യക്തിക്ക് ആ ലൈനിലൂടെ ഈസി ആയിട്ട് നടക്കാൻ കഴിഞ്ഞു. എന്നാൽ മെലിഞ്ഞ വ്യക്തിക്ക് ശക്തമായ കാറ്റ് കാരണം ആ ലൈനിലൂടെ നടന്നു പോകാൻ കഴിയാതെ പരാജയപ്പെടുന്നു. അവസാനമായി ഏത് ശരീരത്തിനാണ് കൂടുതൽ തണുപ്പ് താങ്ങാൻ കഴിയുക എന്ന് പരിശോധിച്ചപ്പോൾ തടിച്ച മനുഷ്യന് തണുപ്പ് വലിയ രീതിയിൽ ബാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കാൻ സഹായിച്ചു. എന്നാൽ മെലിഞ്ഞ വ്യക്തിക്ക് ആ തണുപ്പ് തീരെ സഹിക്കാൻ പോലും കഴിയാതെ ആ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു.